നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് പത്തനംതിട്ടയിൽ 9ാം ക്ലാസ്സുകാരിയായ പെൺകുട്ടി ആറ്റിൽ മുങ്ങി മരിച്ചത്. ഇപ്പോഴത്തെ സംഭവത്തിൽ അയൽവാസിയായ ശരത്തിനെതിരെ പെൺകുട്ടിയുടെ കുടുംബം കടുത്ത ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ലഹരിമരുന്നിനടിമയായ ശരത്ത് മകളെ നിരന്തരം ശല്യം ചെയ്തിട്ടുണ്ടെന്നും ഇക്കാര്യം പോലീസിൽ അറിയിച്ചെന്നും പെൺകുട്ടിയുടെ കുടുംബം വ്യക്തമാക്കി. ശരത്ത് തന്നെ മർദ്ദിക്കുന്നത് കണ്ടാണ് തന്റെ മകൾ ആറ്റിൽ ചാടിയതെന്നും പിതാവ് പറഞ്ഞു. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് 9ാം ക്ലാസ്സുകാരിയായ ആവണി ആറ്റിൽ ചാടിയത്. വലഞ്ചുഴി ക്ഷേത്രത്തിൽ കുടുംബത്തോടൊപ്പം ഉത്സവം കാണാൻ എത്തിയതായിരുന്നു ആവണി. അതിനിടെ ആവണിയുടെ പേര് പറഞ്ഞ് സഹോദരനെയും പിതാവിനെയും ശരത്ത് മർദ്ദിക്കുകയായിരുന്നു. ഇതിൽ മനംനൊന്ത് ആവണി അച്ചൻകോവിലാറ്റിലേക്ക് ചാടുകയായിരുന്നു. താൻ വന്നപ്പോൾ ശരത്ത് മകളെ ചീത്ത വിളിക്കുന്നതാണ് കണ്ടതെന്നും അതിനു പിന്നാലെ താൻ അവനെ അടിച്ചെന്നും പിതാവ് പോലീസിനോട് വ്യക്തമാക്കി. ശേഷം ശരത്തിന്റെ സുഹൃത്തുക്കൾ ചേർന്ന് തന്നെയും മകനെയും മർദ്ദിക്കുകയായിരുന്നു. പിന്നാലെയാണ് ആവണി വെള്ളത്തിലേക്ക് ചാടിയത്. മദ്യവും മയക്കുമരുന്നും ഉൾപ്പെടെ ഉപയോഗിക്കുന്ന ആളാണ് ശരത്തെന്നും അദ്ദേഹം വ്യക്തമാക്കി. മുൻപും ആവണിയെ ശരത്ത് ശല്യം ചെയ്തിരുന്നുവെന്ന് പിതാവ് വ്യക്തമാക്കുന്നുണ്ട്. 1 വർഷം മുൻപ് ഇത്തരത്തിൽ ശല്യം ചെയ്തപ്പോൾ പോലീസിൽ വിവരമറിയിക്കുകയും പോലീസ് ഇടപെട്ട് ശരത്തിനെ വിലക്കി ശല്യം ചെയ്യൽ അവസാനിപ്പിച്ചെന്നും ആവണിയുടെ പിതാവ് വ്യക്തമാക്കുന്നുണ്ട്. സംഭവത്തിന് പിന്നാലെ ഇന്നലെ രാത്രി തന്നെ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തിരുന്നു. നിലവിൽ കേസിൽ പിടിയിലായ ശരത്തിന്റെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തുമെന്നും പോലീസ് വ്യക്തമാക്കി.